എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ പാഠഭാഗങ്ങളൊക്കെ എല്ലാവരും നന്നായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്താണ് വീട്ടിൽ കുറുമ്പും ഒക്കെ കാണിക്കുന്നുണ്ടോ? കുസൃതിയൊക്കെ എടുക്കുന്നുണ്ടോ? ആ പഠിക്കാനൊക്കെ മിടുക്കരല്ലേ എല്ലാവരും? പഠിക്കാൻ വേണ്ടിയൊക്കെ കാണിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അല്ല, എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? രണ്ട് മത്സ്യങ്ങൾ എന്ന നല്ലൊരു കഥയായിരുന്നു അല്ലേ? ആ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതിൻ്റെ പരീക്ഷണമൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കിയാ? അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം കേൾക്കുമ്പോഴും അത് പരീക്ഷണത്തിലൂടെ വേണം നമ്മൾ അത് കണ്ടെത്താനായിട്ട്, കേട്ടോ. അപ്പോൾ അത് നല്ലൊരു പാഠഭാഗമായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം ഇനി നമ്മൾക്ക് അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ഒരു കവിതയാണ്. പക്ഷേ നമ്മൾക്ക് ആ കവിത ഇപ്രാവശ്യം പഠിക്കാനില്ല. അത് ടീച്ചർ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ അടുത്ത പാഠഭാഗത്തിലേക്ക് കിടക്കാം. അതും ഒരു കഥ തന്നെയാണ്. അതും ഒരു രസകരമായ ഒരു കഥയാണ്, കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? അതെ, എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ എല്ലാവരും റെഡി ആയിരുന്നുള്ളൂ. നമുക്ക് നല്ലൊരു കഥ കേൾക്കാം, കേട്ടോ. ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെച്ച് റെഡി ആയിരുന്നു. ഓക്കെ. അതായത് നമ്മളുടെ ഈ പാഠഭാഗം അടുത്തത് ഇതാണ്. അതായത് പാഠം 12 എല്ലുമുറിയെ പണി ചെയ്താൽ. പാഠം 12 എല്ലുമുറിയെ പണി ചെയ്താൽ. എല്ലുമുറിയെ പണി ചെയ്താൽ എന്നൊരു ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലുമുറിയെ പണി ചെയ്യുക അല്ലെ? എല്ല് പൊട്ടുന്ന വരെ പണി ചെയ്യുക, അതായത് അധ്വാനിക്കുക അല്ലേ? കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വിജയമായിരിക്കും അല്ലേ? അപ്പോൾ ഒരു വ്യക്തിക്ക് ജീവിത വിജയം ഉണ്ടാകുന്നതിന് ഏറ്റവും മുഖ്യമായിട്ടുള്ള എന്താണ്? അധ്വാനം അഥവാ പരിശ്രമമാണ് അല്ലേ? അപ്പോൾ പരിശ്രമിക്കാത്തൊരു വ്യക്തി അല്ലെങ്കിൽ അലസനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അതിൻ്റെ ഫലം എന്തായിരിക്കും? ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായിരിക്കും അവന് വന്നു ചേരുക. അപ്പോൾ അധ്വാനത്തിൻ്റെ ഫലം വിളിച്ചോതുന്ന ഒരു പാഠഭാഗമാണിത്. അപ്പോൾ തൻ്റെ മക്കൾക്ക് അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ പരിശ്രമത്തിൻ്റെ വില അറിയാതെ പോയ മക്കളെ നേരായ വഴിയിലൂടെ നയിച്ചുകൊണ്ട്, പരിശ്രമത്തിൻ്റെ പാതയിലൂടെ നയിച്ചുകൊണ്ട് വിജയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പിതാവിൻ്റെ കഥയാണ് എല്ലുമുറിയെ പണി ചെയ്താൽ എന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റിലും പലരും കുറുക്ക് വഴികളിലൂടെയൊക്കെ വിജയം കണ്ടെത്താൻ ശ്രമിക്കുന്ന പലരുണ്ട് അല്ലേ? അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? അതായത് കഷ്ടപ്പെടാതെ എങ്ങനെ ധനമുണ്ടാക്കാം എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത് അല്ലേ? പക്ഷേ അവർക്ക് അതിൽ എത്തിപ്പെടാൻ കഴിയുന്നുണ്ടോ? ഇനി എത്തിപ്പെട്ടാൽ തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കില്ലേ? തീർച്ചയായിട്ടും അനുഭവിക്കും, കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളൊക്കെ നല്ലത് എന്താണ്? ദൈവം തന്ന വരദാനം നമ്മൾ കൂട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം ആരോഗ്യവും കൈയും കാലും ഒക്കെ ദൈവം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ജീവിക്കാനായിട്ട് നമ്മൾ നന്നായി പരിശ്രമിക്കണം, കഠിനാധ്വാനം ചെയ്യണം. അതിപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിത വിജയത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം, കേട്ടോ. നിങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ ദൈവം നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് ഉപയോഗിക്കണം, അത് വിനിയോഗിക്കണം അല്ലേ? നല്ല രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് മുന്നേറണം, കേട്ടോ. കഷ്ടപ്പെട്ട് പഠിച്ചാൽ ജീവിത വിജയം ഉറപ്പ്. ഓക്കെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടീച്ചർ വായിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും അപരിചിതമായ പദങ്ങൾ കണ്ടാൽ ഉടനടി അടിവരയിട്ട് പോകാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം, കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. പാഠം 12 എല്ലുമുറിയെ പണി ചെയ്താൽ. കാഫലം തീരെ കുറഞ്ഞ തെങ്ങുകളെയും കവുങ്ങുകളെയും നോക്കി അദ്ദേഹം ഇരുന്നു. ആവശ്യത്തിന് വെട്ടും കിളയും ചെന്നില്ലെങ്കിൽ ഭൂമി എങ്ങനെ ഫലസമൃദ്ധമാക്കും? അതായത് ഇവിടെ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ആ പാഠഭാഗത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ കണ്ടാൽ അറിയാം എന്താണ്? 4 മക്കള് ഒരു വൃദ്ധനായ ഒരു പിതാവിൻ്റെ അടുത്ത് നിൽക്കുന്നത് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു മനസ്സിലാവും കഥയുടെ ഉള്ളടക്കം എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് പിതാവ് കാഫലം തീരെ കുറഞ്ഞ, അതായത് തൻ്റെ പറമ്പുകളിൽ ഒരുപാട് തെങ്ങുകളും മാവുകളും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ കായ്ഫലം ഉണ്ടാകുന്നില്ല. അപ്പോൾ പിതാവ് പറയാണ്,
എങ്ങനെ കായ്ഫലം ഉണ്ടാകും? അതിന് എന്ത് വേണം? ആവശ്യത്തിന് വെട്ടും കിളയും ഒക്കെ വേണം അല്ലേ? അതിനാവശ്യമായ വളവും വെള്ളവും ഒക്കെ കൊടുക്കണം അല്ലേ? അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. കാഫലം തീരെ കുറഞ്ഞ തെങ്ങുകളും കവുങ്ങുകളും നോക്കി അദ്ദേഹം ഇങ്ങനെ ഇരുന്നു. ആവശ്യത്തിന് വെട്ടും കിളയും ചെന്നില്ലെങ്കിൽ ഭൂമി എങ്ങനെ ഫലസമൃദ്ധമാകും എന്ന് അദ്ദേഹം പറയാണ്. വാർദ്ധക്യം ബാധിച്ച അദ്ദേഹത്തിന് നന്നായി പണിയെടുക്കാൻ ഇനി ആവുകയില്ല. പുരയിടത്തിൽ ഒന്ന് നടന്നു നോക്കാൻ പോലും ക്ഷീണം കൊണ്ട് കഴിയുന്നില്ല. മുതിർന്ന ആരോഗ്യമുള്ള 4 ആൺമക്കൾ അദ്ദേഹത്തിനുണ്ട്. 4 പേരെയും വളർത്തിയത് കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെയാണ്. അപ്പൊ അദ്ദേഹം വയസ്സനായി, വൃദ്ധനായി. ഇപ്പോൾ വാർദ്ധക്യം ബാധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരമാകെ തളർന്നു പോയി. അദ്ദേഹത്തിന് ഒരടി നടക്കാൻ പോലും ഇപ്പോൾ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ കാഫലം കുറഞ്ഞ കവുങ്ങിനും തെങ്ങിനും ഒക്കെ വളമിടുക, വെള്ളമിടുക, വെട്ടും കിളക്കി നടത്തുക, ഇതൊന്നും അദ്ദേഹത്തിന് സാധ്യമല്ല. പക്ഷെ അദ്ദേഹത്തിന് 4 ആൺമക്കളുണ്ട്. നല്ല കരുത്തരായ 4 ആൺമക്കളുണ്ട്. അവരെയൊക്കെ വളർത്തിയത് അദ്ദേഹം എങ്ങനെയാണ്? ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട്, കൃഷിയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം അവരെ വളർത്തിയത്. പറഞ്ഞിട്ടെന്തു കാര്യം? 4 പേർക്കും കൃഷിയിൽ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നന്നായി തിന്നണം, നന്നായി ഉറങ്ങണം, കൂട്ടുകാരൊത്ത് രസിച്ച് നടക്കണം എന്നവരുടെ ജീവിത രീതി ഇങ്ങനെയായിരുന്നു. 4 ആൺമക്കളുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ഉപകാരവും ഇല്ല. അവർക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നണം, ഉറങ്ങണം, പിന്നെ കുറെ കൂട്ടുകാരത്ത് കളിക്കണം, ഇത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഉപകാരം ഈ 4 ആൺമക്കൾക്കുണ്ട് ഈ വൃദ്ധന് ഇല്ല. തൻ്റെ കാലം കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും? ഇതായിരുന്നു ആ കർഷകനെ എന്നും അലട്ടിയിരുന്ന പ്രശ്നം. കൃഷിക്കാര്യങ്ങളെ കുറിച്ച് മക്കളോട് എന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ കേൾക്കാൻ പോലും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൃദ്ധന് പേടിയായി തുടങ്ങി. വൃദ്ധൻ പറയാണ്, ഇനി വൃദ്ധന്റെ കാലം കുറച്ചേ ഉള്ളൂ, അതായത് ആയുസ് ഇനി കുറച്ചേ ഉണ്ടാവുകയുള്ളൂ, വയസ്സായല്ലോ, എപ്പോൾ വേണമെങ്കിലും മരിക്കാം. അപ്പോൾ അതിനു മുൻപ് തൻ്റെ മക്കളൊന്ന് സുരക്ഷിതരായി ആക്കണം അല്ലേ? പക്ഷേ ഇവരോട് കൃഷിയൊന്ന് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ ഇവര് സമ്മതിക്കില്ല. ഇവർക്ക് അതിനെപ്പറ്റി ഒരു എന്താ പറയുക, ഒരു താല്പര്യമില്ല അതൊക്കെ കേൾക്കാനായിട്ട്. അപ്പോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ കാലം കഴിഞ്ഞാൽ, അതായത് താൻ മരിച്ചു കഴിഞ്ഞാൽ ഈ 4 മക്കൾ എങ്ങനെയാണ് ജീവിക്കുക എന്നൊരു വിഷമം അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ആർക്കുണ്ടായി? വൃദ്ധന് ഉണ്ടായി. ഒരു നാൾ അസുഖം ബാധിച്ച് കർഷകൻ കിടപ്പിലായി. അവശത നാൾക്കുനാൾ അദ്ദേഹത്തിന് വർദ്ധിച്ചു. മക്കൾ 4 പേരടുത്തുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് എന്ത് പറ്റി? അസുഖം ബാധിച്ചു, കിടപ്പിലായി അദ്ദേഹം. നാൾക്കുനാൾ അസുഖം കൂടിക്കൂടി വന്നു. 4 മക്കൾ അടുത്തുണ്ട് കേട്ടോ. പിതാവ് കിടപ്പിലായതോടെ വീട്ടിലെ സുഖസൗകര്യങ്ങൾ കുറയുന്നതായി അവർ അറിഞ്ഞു. അധിക നാൾ കഴിയേണ്ട പട്ടിണി വീട്ടിലേക്ക് വരാനെന്നും അവർ തിരിച്ചറിഞ്ഞു. വീട്ടിൽ വിൽക്കുവാനുണ്ടായിരുന്ന സാധനങ്ങൾ പലതും വിറ്റു. അപ്പൊ ഈ 4 മക്കളും ജോലിയൊന്നും ചെയ്യാതിരിക്കുകയാണല്ലോ, എപ്പോഴും തീറ്റ മാത്രമേ ഉള്ളൂ ഇവർക്ക്. പക്ഷേ ജോലി ചെയ്തിരുന്ന ആള് കിടപ്പിലായി, അച്ഛൻ, പിതാവ് കിടപ്പിലായി. അപ്പോ എങ്ങനെ പോയപ്പോ എന്ത് പറ്റി? ഇവർക്ക് പട്ടിണിയായി തുടങ്ങി അല്ലേ? വരുമാനമില്ലല്ലോ, ചെലവ് മാത്രമല്ലേ ഉള്ളൂ. പട്ടിണിയായി തുടങ്ങി. അപ്പൊ ഇവർക്ക് വിൽക്കാനുള്ള സാധനങ്ങളെല്ലാം വിറ്റു തുലച്ചു. അങ്ങനെ ഒരവസ്ഥ വീട്ടില് വന്നു. ഇരുന്നുണ്ടാൽ കുന്നും തുലയുമല്ലോ, പിന്നെയും പട്ടിണി അവരുടെ മുമ്പിൽ കലിതുള്ളി. അധ്വാനിക്കാൻ അല്പം മനസ്സില്ലാത്ത അവർ പിതാവിന്റെ കിടക്കയ്ക്ക് ചുറ്റും കൂടി നിന്നപ്പോൾ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇരുന്നുണ്ടാൽ കുന്നും തുലയുമല്ലോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇരുന്നുണ്ടാൽ കുന്നും തുലയും, അതായത് നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്. പക്ഷേ നമ്മൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ വിചാരം എന്താ? നമുക്ക് കഴിയാനുള്ള സമ്പത്ത് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഞാൻ ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇരുന്ന് തിന്നാം. അതായത് ഒരു എന്താ പറയുക, ഭാവി നോക്കാതെ നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് കണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകാം എന്ന്, കുറച്ച് ആർഭാട ജീവിതം നയിക്കാം എന്ന് നമ്മൾ വിചാരിക്കാം. അതായത് സമ്പാദിച്ച് വെച്ചിട്ടുള്ള സമ്പത്ത് മുഴുവനും ഇരുന്ന് തിന്നാം എന്ന് വിചാരിക്കുകയാണ്. അതായത് ഭാവിയിലേക്ക് ഉള്ള ഒരു കരുതൽ ഇല്ലാതെ കേട്ടോ. അങ്ങനെ അതിനെയാണ് ഇരുന്നുണ്ടാൽ കുന്നും തുലയും എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സമ്പത്ത് കുറഞ്ഞു വരും അല്ലേ? ഇനിയിപ്പോൾ അപ്രതീക്ഷിതമായി നമുക്കൊരു അസുഖം വന്നാൽ എന്ത് ചെയ്യും അല്ലേ? നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമാണത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ ഈ സമ്പത്ത് നമ്മളിൽ നിന്ന് നഷ്ടമാകും അല്ലേ?
അപ്പം അതുകൊണ്ടാണ് ഇരുന്നുണ്ടാൽ കുന്നും തുലയുമെന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും എത്ര തന്നെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം കേട്ടോ. പിന്നെയും പട്ടിണി അവരുടെ മുമ്പിൽ കൈതുള്ളി. പട്ടിണി നാൾക്ക് നാൾ വർദ്ധിച്ചു. അധ്വാനിക്കാൻ അല്പവും മനസ്സില്ലാത്ത അവർ പിതാവിന്റെ കിടക്കയ്ക്ക് ചുറ്റും നിന്നപ്പോൾ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായല്ലോ, ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അത്രയും അവസ്ഥ പോയി, മോശമായി. അപ്പോൾ ഇവര് അങ്ങനെ അവസ്ഥയായപ്പോൾ ഇവരെന്ത് ചെയ്തു, അച്ഛൻ്റെ പിതാവ് കിടക്കുന്ന കട്ടിലിന് ചുറ്റും വന്നുകൂടി. അപ്പം അദ്ദേഹം പറഞ്ഞു, മക്കളെ, എനിക്കിനി ഏറെ നാളുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങളെങ്ങനെ ജീവിക്കും? ജീവിക്കാൻ വേണ്ടത് ഞാൻ പറഞ്ഞു തന്നു, അതൊന്നും നിങ്ങൾ ചെവിക്കൊണ്ടില്ല. പറമ്പിൽ പണിയെടുക്കാൻ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ നിങ്ങൾക്കായി ഞാനൊരു നിധി കുഴിച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് ജോലിയെടുക്കാതെ ജീവിക്കണമല്ലോ. എന്നാൽ പറമ്പിൽ എവിടെയാണെന്ന് മറന്നുപോയി. നിങ്ങൾ ആ നിധി കണ്ടെടുക്കുക. അത് വിറ്റാൽ കിട്ടുന്ന പണം കൊണ്ട് 100 കൊല്ലം നിങ്ങൾക്ക് രസിച്ചു ജീവിക്കാം. ഇനി സമയം കളയണ്ട, എത്രയും വേഗം നിധി എടുക്കുക. മറ്റാരും അറിയരുത്, നിങ്ങൾ തന്നെ കിളച്ചെടുക്കണം. അപ്പോൾ പിതാവ് മക്കൾ ചുറ്റും കൂടി നിന്നപ്പോൾ പിതാവ് ആരോട് പറയണം? മക്കളോട് പറയണം, മക്കളെ, നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറല്ല എന്ന് എനിക്കറിയാം. ഞാൻ പലവട്ടം നിങ്ങളോട് കൃഷി ചെയ്യാൻ പറഞ്ഞിട്ടും നിങ്ങൾ അതിന് തയ്യാറായില്ല അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് രസിച്ച് ജീവിക്കാനായിട്ട്, എൻ്റെ കാലശേഷം ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു നിധി ഞാൻ പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ അത് എവിടെയാണ് കുഴിച്ചിട്ടെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അത് പറമ്പൊന്ന് കിളച്ച് കണ്ടുപിടിക്കണം ആ നിധി എന്ന് ഈ പിതാവ് മക്കളോട് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൊണ്ടിട്ട് വേറെ ആരും അത് അറിയാനും പാടില്ല. പിതാവിന് തങ്ങളോടുള്ള കരുതൽ ഓർത്ത് അവർ സന്തോഷിച്ചു. അന്ന് തന്നെ നിധി കുഴിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചു. 4 പേരും പറമ്പിന്റെ 4 വശത്തു നിന്നും കുഴിച്ചു തുടങ്ങി. ആർക്കായിരിക്കും നിധി ലഭിക്കുക? വൈകുന്നേരമായിട്ടും നിധി ലഭിച്ചില്ല. പിറ്റേന്നു പ്രഭാതത്തിൽ തന്നെ അവർ ഒരേയിടം കിളച്ചു തുടങ്ങി. അങ്ങനെ പിതാവിന് ഞങ്ങളോട് എന്ത് കരുതലാണ് എന്ന ഒരു സന്തോഷം അവർക്ക് തോന്നി. അവരെന്ത് ചെയ്തു, വേഗം തന്നെ കിളയ്ക്കാനുള്ള സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് കിളയ്ക്കാൻ തുടങ്ങി. വൈകുന്നേരം വരെ കിളച്ചിട്ടും അവർക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല. പറമ്പ് കിളച്ചിട്ടൊന്നും ലഭിച്ചില്ല. അന്ന് വൈകുന്നേരമായി, നിധി ലഭിച്ചില്ല. ജോലി ചെയ്ത് ശീലമില്ലാത്തവർ തളർന്നു. കൈവെള്ളകൾ പൊട്ടി, ശരീരം ചൂടേറ്റ് കറുത്തു. നല്ല വിശപ്പും ദാഹവും ഉണ്ടായി. അപ്പോൾ ഇവരൊട്ടും ജോലി ചെയ്യാറില്ലല്ലോ. അപ്പം ആദ്യമായി ജോലി ചെയ്തപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ ശരീരത്തിലുണ്ടായി. അതായത് അവരാകെ തളർന്നു. കൈവെള്ളകളൊക്കെ അങ്ങനെ പൊട്ടി, ശരീരം ചൂടേറ്റ് കറുത്തു. നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായി. ദിവസങ്ങൾ കഴിഞ്ഞു. പറമ്പ് മുഴുവൻ കിളച്ച് തീരാറായി. അവരിങ്ങനെ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറമ്പ് മുഴുവൻ കിളച്ച് തീരാറായി. ഇതുവരെയും നിധി ലഭിച്ചില്ല. അവർ പിതാവിനോട് പല പ്രാവശ്യം ചോദിച്ചു. അദ്ദേഹം കണ്ണും കയ്യും ഇളക്കിയതല്ലാതെ ഒന്നും വേണ്ടിയില്ല. അദ്ദേഹത്തിനോട് ദിവസവും ഒരു പരാതി പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും കിളച്ചിട്ടോ ഞങ്ങൾക്ക് നിധി ലഭിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ പിതാവ് കണ്ണും കയ്യും കാണിച്ചു എന്നല്ലാതെ ഒരു വ്യക്തമായ മറുപടി അദ്ദേഹം പറഞ്ഞില്ല. നിരാശയും ദേഷ്യവും അവരെ പിടികൂടി. ഇനി എന്തു ചെയ്യും? അവർക്കപ്പം ആകെ നിരാശയായി. അതോടൊപ്പം നിരാശ വരുമ്പോൾ നമുക്ക് എന്ത് വരും? നമുക്ക് നമുക്ക് ദേഷ്യം വരും അല്ലേ? അപ്പോൾ നിരാശയും ദേഷ്യവും അവരെ പിടികൂടി. ഇനി എന്തു ചെയ്യും? അപ്പോൾ അവരുടെ പിതാവിൻ്റെ ഒരു പഴയ ചങ്ങാതി അതുവഴി വന്നു. രോഗിയായ മിത്രത്തെ കണ്ടിട്ടിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്, നിരാശ വന്നിരിക്കുകയാണ്. ആ സമയത്താണ് പിതാവിൻ്റെ ഒരു സുഹൃത്ത് ആ വഴി വന്നത്. രോഗിയായ മിത്രത്തെ, തൻ്റെ സുഹൃത്തിനെ കണ്ട് ഇറങ്ങിയതാണ് അദ്ദേഹം. കൊള്ളാം, മിടുക്കന്മാർ, പറമ്പൊക്കെ നന്നായി കിളച്ചിട്ടിരിക്കുകയാണല്ലോ. ഇനി ആവശ്യത്തിനുള്ള വളം ചേർത്താൽ മതി. ഈ തെങ്ങും കവുങ്ങും കായ്ച്ചു തുടങ്ങും. കുറച്ച് നെല്ലിത്ത് വിതയ്ക്കാം. ഉണ്ണാനുള്ള നെല്ല് കിട്ടും. വളവും വിത്തും ഞാൻ എത്തിച്ചു തരാം. അപ്പം ഈ മിത്രം പറയാണ്, ഈ അച്ഛൻ്റെ കൂട്ടുകാരൻ പറയാണ്, കൊള്ളാം, മിടുക്കന്മാർ, എല്ലാവരും പറമ്പൊക്കെ നന്നായി കിളച്ച് മറിച്ചിരിക്കുകയാണല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ തെങ്ങിനും കവുങ്ങിനൊക്കെ ആവശ്യത്തിന് വളം ചേർക്കണം. ആ വളമൊക്കെ ഞാൻ തരാം. പിന്നെ നെല്ല് വിതയ്ക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നിധി തിരയാനാണ് കിളച്ചതെന്ന് അവർ പറഞ്ഞില്ല. അവർക്ക് പറയാൻ പറ്റുമോ? പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നിധി തിരയാനാണ് ഞങ്ങൾ കിളച്ചത് എന്ന് അവർ പറഞ്ഞില്ല. വിത്തും വളവും എത്തി, എല്ലാം വേണ്ട പോലെ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഇവർക്കൊന്നും ഇടാൻ പറ്റില്ല.
അദ്ദേഹം പറഞ്ഞ് അനുസരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വിത്തും വളമൊക്കെ കൊടുത്തു. അതൊക്കെ അവർ ചെയ്തു. വിത്തും വളമൊക്കെ തെങ്ങിനും കവിങ്ങിനും ഇട്ടു. എല്ലാം വേണ്ട പോലെ തന്നെ ചെയ്തു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. പറമ്പിൽ ഫലവൃക്ഷങ്ങൾ മത്സരിച്ചു കഴിച്ചു. അപ്പോൾ നോക്കിയപ്പോഴുണ്ട് ഇവർ വിത്തും വളമൊക്കെ കൊടുത്തു, മണ്ണൊക്കെ ഇളക്കി മറിച്ചു, നല്ല ഫലഭൂഷ്ടമായ മണ്ണ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി, കവുങ്ങും തെങ്ങും എല്ലാം കായ്ച്ചു തുടങ്ങി അല്ലേ. ഫലവൃക്ഷങ്ങളൊക്കെ മത്സരിച്ച് കായ്ക്കുകയാണ്. ഒരുപാട് കായ്ഫലങ്ങൾ ഉണ്ടായി. ഇടവിളയായി നെല്ലും ലഭിച്ചു. പത്തായം നിറഞ്ഞു. അങ്ങനെ നെല്ല് വിതച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം നെല്ലും കിട്ടി. അവരുടെ പത്തായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ല് സൂക്ഷിക്കുന്ന അറയാണ്. അപ്പോൾ അവിടെ പത്തായവും ഒക്കെ നെല്ല് സൂക്ഷിക്കാൻ പറ്റി, നിറഞ്ഞു. ഇതുവരെ ആ പറമ്പിൽ നിന്ന് അത്രയും വരുമാനം ഉണ്ടായിട്ടില്ല. അവർക്ക് മനസ്സിലായി 4 പേര് കൂടിയാണ് ജോലി ചെയ്തതേ. അപ്പം ഇതുവരെ ആ പറമ്പിൽ നിന്ന് ഇത്രയധികം വരുമാനം ഉണ്ടായിട്ടില്ല. അത്രയധികം കായ്ഫലങ്ങൾ ഉണ്ടായി, നല്ല വരുമാനം കിട്ടിയവർക്ക്. ഇതാണ് അച്ഛൻ പറഞ്ഞ ആ നിധി. പത്തായത്തിൽ നെല്ല് നിറച്ച അമ്മ സന്ധ്യയ്ക്ക് കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്ന പിതാവിനെയാണ് അവർ കണ്ടത്. പുഞ്ചിരിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു, മക്കളെ, എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. അവർ 4 പേരും അച്ഛൻ്റെ വാക്കുകൾ തലകുലുക്കി സമ്മതിച്ചു. ആ വീട്ടിൽ അന്ന് വസന്തം പൂത്തുലഞ്ഞു. അങ്ങനെ പത്തായത്തിലൊക്കെ ഒരു നെല്ല് നിറയ്ക്കുകയാണ്. നിറച്ചപ്പോഴാണ് കാണുന്നത് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത്, അതായത് കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്നത്. ഉഷാറായി കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്നത് അവർ കാണുകയാണ്. അപ്പോൾ അവർ മനസ്സിലായി അച്ഛൻ പറഞ്ഞ നിധി എന്താണെന്ന്. അപ്പോൾ അച്ഛനത് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ, എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം എന്ന്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന നിധി. നിധി എന്താണെന്ന് മനസ്സിലായല്ലോ. അതെ, അങ്ങനെ ആ വീട്ടിൽ വസന്തം പൂത്തുലഞ്ഞു എന്ന്. അവരുടെ ദാരിദ്ര്യമൊക്കെ മാറി. അവർ പഴയതുപോലെ തന്നെ അവർ ധനികരായി വസിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ. ഏതൊരു കാര്യത്തിലും അതിൻ്റെ പുറകിൽ, ഒരു വിജയത്തിൻ്റെ പുറകിൽ അധ്വാനം ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കേട്ടോ. അപ്പം എന്ത് കാര്യത്തിലായാലും, നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലായാലും നന്നായി പഠിക്കുക. അപ്പോൾ നല്ലൊരു വിജയം നിങ്ങൾക്കും ഉണ്ടാകും. കേട്ടോ. മടി പിടിച്ചിരുന്നാൽ അതിൻ്റെ ദോഷം നിങ്ങൾക്ക് തന്നെ. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗം. ഇത് നിങ്ങൾ നന്നായി വായിക്കുക. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ ഒരു പാരഗ്രാഫ് വായിച്ച് ഗ്രൂപ്പിലിടാം കേട്ടോ, വോയിസ്. 56-ാമത്തെ പേജിലാണ് നിങ്ങൾക്ക് ഹോംവർക്ക് ഉള്ളത്. അതായത് 1 പഴഞ്ചൊല്ല് പൂർത്തിയാക്കാം. സമ്പത്ത് കാലത്ത് ഡാഷ്. കേട്ടോ. പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിരിക്കും. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അവിടെ എഴുതി വയ്ക്കാം ടെക്സ്റ്റിൽ. നെക്സ്റ്റ്, കുംഭത്തിൽ മഴ ഡാഷ്. ബാക്കിയുള്ളത് അവിടെ എഴുതി വയ്ക്കാം. പിന്നെ അതൊരു ഹോംവർക്ക്. അടുത്തത്, നിഘണ്ടു നിർമ്മിക്കുക. കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ശേഖരിച്ച് അവയുടെ അർത്ഥം എഴുതി നിഘണ്ടു നിർമ്മിക്കുക. കൃഷിയുമായ പദങ്ങൾ എഴുതിയാൽ മതി, അർത്ഥം വേണ്ട. നിങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ, അത് വളരെ സിമ്പിളാണല്ലോ. കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ, ആ പദങ്ങൾ നിങ്ങളൊരു റഫ് ബുക്കിൽ എഴുതി വയ്ക്കാം. ഒരു 6 പദങ്ങൾ എഴുതി വയ്ക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ട 6 പദങ്ങൾ എഴുതി വയ്ക്കാം. 6 പദങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ അക്ഷരമാലാക്രമത്തിൽ അത് എഴുതി വയ്ക്കാം. കേട്ടോ. നിഘണ്ടു നിർമ്മിക്കാനുള്ളതാണ്. നിങ്ങൾ മുന്നത്തെ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ഞാൻ നേരിട്ട് തരികയാണ് ചെയ്തത്. ഇത് നിങ്ങൾ വാക്കുകൾ കണ്ടെത്തിയിട്ട് അത് അക്ഷരമാലാക്രമത്തിൽ എഴുതാം. കേട്ടോ. ഇനി നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ള 5 പദങ്ങൾ ഏതൊക്കെയാണെങ്കിൽ ഇതാണ്. 1 കാഫലം, 2 വാർദ്ധക്യം, 3 നിധി, 4 ഫലവൃക്ഷങ്ങൾ, 5 അധ്വാനം. ഇത്രയും 5 പദങ്ങൾ 5 പ്രാവശ്യം വീതം നിങ്ങൾ റഫ് ബുക്കിൽ എഴുതി പഠിക്കുക. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പദങ്ങൾ പറയുന്നുണ്ട്. ആശയം എഴുതുക. ആ പദങ്ങൾ നിങ്ങൾ പേജ് നമ്പർ 55, 55-ാമത്തെ പേജിൽ കുറച്ച് പദങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. കലിതുള്ളുക എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? കലിതുള്ളുക എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുക. അടുത്തത് കണ്ണും കയ്യും ഇളക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തോ പറയാനുണ്ടെന്ന ഭാവം പ്രകടിപ്പിക്കുക. കണ്ണും കൈയും കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കില്ലേ, അതിൻ്റെ അർത്ഥം എന്താണ്? എന്തോ പറയാനുണ്ടെന്ന ഭാവം അല്ലേ. എന്തോ പറയാനുണ്ടെന്ന ഭാവം പ്രകടിപ്പിക്കുന്നതാണ് നമ്മുടെ കയ്യും കണ്ണും ഇളക്കുന്നത്.
ഇനി അടുത്തത് ഇരുന്നുണ്ടാൽ കുന്നും തുലയും. ഇരുന്നുണ്ടാൽ കുന്നും തുലയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ ഭക്ഷണം മാത്രം കഴിച്ചിരുന്നാൽ നശിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇരുന്നുണ്ടാൽ കുന്നും തുലയും എന്ന് വെച്ചാൽ ഒരു ജോലിയും ചെയ്യാതെ ഭക്ഷണം മാത്രം കഴിച്ചിരുന്നാൽ നശിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത പത്തായം നിറയുക. പത്തായം നിറയുക എന്ന് വെച്ചാൽ അതിന് ഒരു അർത്ഥമുണ്ട്. നമ്മൾ പറഞ്ഞു നെല്ല് സൂക്ഷിക്കുന്ന അറയാണ് പത്തായം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള നെല്ല് പത്തായം നിറയുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, മനസ്സിന് സന്തോഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ പത്തായം നിറയുക എന്ന് വെച്ചാൽ അതിനും അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. അതായത് എന്താണ്, സന്തോഷിക്കുക കേട്ടോ. പത്തായം നിറയുക എന്ന് വെച്ചാൽ സന്തോഷിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ആശയം എഴുതാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ പാഠഭാഗം. അപ്പോൾ എല്ലാവരും നന്നായി വായിക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.